ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഒരു എരിശ്ശേരിയുടെ റെസിപ്പി. നമ്മുടെ സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ടുണ്ടാവുന്ന എരിശ്ശേരിയില്ലേ, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി. അത് അധികവും എരിശ്ശേരി മത്തങ്ങേനെ കൊണ്ടൊക്കെ ഉണ്ടാക്കും. ഞാനിവിടെ ചെയ്യുന്നത് പപ്പായയെ കൊണ്ടാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു സൈസിലുള്ള പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നന്നായിട്ട് പഴുക്കുകയും ചെയ്യരുത്, തീരെ പച്ചയും ആകാൻ പാടില്ല. ഒരു പഴുത്ത് തുടങ്ങുന്ന ഒരവസ്ഥയില്ലേ, ഇതുപോലെ അങ്ങനെയുള്ള പപ്പായ വേണം എടുക്കാൻ. മധുരമൊക്കെ വന്നു തുടങ്ങുന്ന ഒരവസ്ഥയില്ലേ, ആ ഒരു സമയത്തുള്ള പപ്പായ, ആ ഒരു രീതിക്കുള്ള പപ്പായയാണ് എടുക്കേണ്ടത്. ഇനി നമുക്കിത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതിൻ്റെ ഉള്ളിലുള്ള വിത്ത് ഇതൊക്കെ ഇല്ലേ, അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയിൽ കഴുകി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതാ കട്ട് ചെയ്തപ്പോൾ ഈ ഒരു രീതിക്കാണുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള, തീരെ പച്ചയല്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ഇതൊക്കെ വരണ്ടി എടുക്കുന്നതായിരിക്കും എളുപ്പം കഴിയുക. ഇതൊക്കെ വരണ്ടി വൃത്തിയാക്കി തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ തന്നെ വേണം കേട്ടോ. അധികം പഴുത്തിട്ടുമില്ല, തീരെ പച്ചയല്ലാത്ത ഒരു ഭാഗം, ചെറിയൊരു ഭാഗം പഴുത്തു തുടങ്ങുന്നേ ഉള്ളൂ ഈ പപ്പായ. അങ്ങനെയാണുള്ളത്. കുറച്ച് ഭാഗം പച്ചയും കുറച്ച് ഭാഗം ചെറുങ്ങനെ ഒന്ന് പഴുത്തതുമായിട്ടുള്ള, ഇതുപോലെയാണ് എടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എരിശ്ശേരിക്ക് കുറച്ച് മധുരം, എരിവ് അങ്ങനെയൊക്കെയാണല്ലോ എരിശ്ശേരി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തീരെ പച്ചയാണ് പപ്പായ എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഒരു വലിപ്പത്തിൽ എന്താ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിത് ഉടച്ചെടുക്കേണ്ടതാണ്. എരിശ്ശേരിക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഇങ്ങനെയാണ് നല്ലത്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് തുവരപ്പരിപ്പ് ആവശ്യമുണ്ട്. തുവരപ്പരിപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ തുവരപ്പരിപ്പ് ഒരു 10 മിനിറ്റായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും തുവരപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റായി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്തതാണ്. ഇനി നമുക്ക് ഇതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് മസൂർ ദാലില്ലേ, ഒരു റോസ് കളർ പരിപ്പില്ലേ, അതും കൂടെ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ എരിശ്ശേരിക്ക് മസൂർ ദാൽ കൊണ്ടും നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്, ഞാനൊരു 3/4 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ, ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. ഇതാ ഈ ഒരു അളവിൽ വേണം ചേർത്ത് കൊടുക്കാൻ. കണ്ടോ, ഇപ്പം മേലെ പപ്പായയുടെ ഒക്കെ പരിപ്പിൻ്റെ ഒക്കെ മുകളിലായിട്ട് വെള്ളം ഉണ്ടാവണം. ഇനി ഇതൊരു 3 വിസിൽ മതിയാവും നന്നായിട്ട് വെന്ത് കിട്ടാൻ. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അത് നമുക്ക് ചെയ്യാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കപ്പ് തേങ്ങയാണ്. ഇത്രയും തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 5 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു 5-6 അള്ളി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം, അതൊരു ചെറിയ സ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരക്കാൻ. വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട, അപ്പം നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല.
ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. തീരെ വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇതാ കണ്ട, ചെരിക്കുമ്പോൾ ഇത്രയും വെള്ളം ഇങ്ങനെ നമ്മുടെ ജാറിങ്ങനെ ചെരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കാണണം. ഈ ഒരളവിൽ വെള്ളം ചേർക്കണം. നമുക്കിനി അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറിൽ വെന്തോ നോക്കാം. ഞാനൊരു 3 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് തുറന്ന് നോക്കാം. നമ്മുടെ പപ്പായയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. തവി കൊണ്ട് അമർത്തുമ്പം തന്നെ നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് ഉടച്ചെടുത്തിട്ട് ഞാനിതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മൺചട്ടിയിലൊക്കെ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ്, കുക്കറിൽ വെച്ചിട്ട് തന്നെ നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി അരപ്പൊക്കെ ചേർക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ് ആയിക്കോളും കേട്ടോ. നന്നായി ആവശ്യത്തിന് വെള്ളം എന്തായാലും വേണം. കൂടുതലൊന്നും വെള്ളം ആവശ്യമില്ല ഇതിന്. എരിശ്ശേരിയുടെ ഒരു ഇതെന്ന് പറയുന്നത് തന്നെ കുറച്ച് കട്ടിക്കാണ്. ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ, ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം എല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് ചുറ്റിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല കട്ടിക്ക് വന്നില്ലേ? അരപ്പും കൂടി ചേർത്തപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരു 2 സ്പൂണും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് മുറുകും. കുറച്ചൊന്ന് തണുത്ത് വരുമ്പോൾ ഒന്ന് മുറുകും. നമുക്ക് ഈ ഒരു ഇതാണ് വേണ്ടത്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഒരല്പം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് കറക്റ്റ് ആവുക. തണുക്കുമ്പോൾ ഒന്ന് കറക്റ്റായി വന്നോളൂ. ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനത് ജാറ് ചുറ്റി ഒഴിച്ചു കൊടുത്തതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. സൂപ്പർ ടേസ്റ്റായിട്ടോ നമ്മുടെ ഈ എരിശ്ശേരി. പപ്പായൊക്കെ അധികം ആളുകളുടെ വീട്ടിലുണ്ടാവുന്നതല്ലേ. മത്തങ്ങ വെച്ചിട്ടാണ് അധികം സദ്യയിലൊക്കെ ഉണ്ടാവാറ് എരിശ്ശേരി. പക്ഷേ ഈ പപ്പായ എരിശ്ശേരി നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഹെൽത്തിയും ആണല്ലോ. പരിപ്പും പപ്പായും ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു. ഉപ്പും എരിവും മധുരവും ഒക്കെ ചേർന്നതാണ് നമ്മുടെ ഈ പപ്പായ എരിശ്ശേരി. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ എരിശ്ശേരി, പപ്പായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുകൊക്കെ താളിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. കടുകൊക്കെ താളിച്ച് ഒഴിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ എരിശ്ശേരിക്ക് വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വെളിച്ചെണ്ണ 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം.
ഞാൻ ഒരു വലിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനൊരു 8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഒരു 5 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 വലിയ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ നാളികേരവും കുഞ്ഞുള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്താലില്ലേ നല്ലൊരു ടേസ്റ്റായിട്ടോ. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. അപ്പോഴാണ് ഈ ഒരു നമ്മൾ താളിച്ചതൊക്കെ കറിയിലേക്ക് എരിശ്ശേരിയിലേക്ക് ഇറങ്ങത്തുള്ളൂ. നമുക്കൊന്ന് മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം, ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ സൂപ്പർ ടേസ്റ്റായ പപ്പായ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ തേങ്ങയൊക്കെ മൂപ്പിച്ചിട്ടുള്ള മണം ഉണ്ടോ. നമ്മുടെ പപ്പായ എരിശ്ശേരി. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ. ഇതാ ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ എരിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.